പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ? എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാസ് സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് PSC, UPSC പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം. ഇനി വാല്യൂന്റെ കാര്യത്തിൽ നോ ടെൻഷൻ. ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല. സോ കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യൂ. ബാസ് സ്റ്റഡി സെന്റർ, കോർപ്പറേറ്റ് ഓഫീസ്, G3104, JNIS, കലൂർ, കൊച്ചി 682017. ഹലോ എവരിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കുറേ സ്റ്റുഡൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണെന്ന്. ഓക്കെ, അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഈ സ്റ്റുഡൻസ് ഇങ്ങനെ പറയുന്നതെന്നും ഒക്കെ നമുക്ക് ബിഗിനേഴ്സ് അറിയാൻ വേണ്ടിയിട്ട് കുറേ സ്റ്റുഡൻസ് നമ്മളോട് ഡൗട്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അവർക്കൊക്കെ ഉള്ള വേണ്ടിയിട്ടുള്ള ഒരു ആൻസറാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടിരുന്ന് കാണാം. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, നിങ്ങളുടെ സീറ്റ് പെട്ടെന്ന് തന്നെ കൺഫേം ചെയ്യുക. അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ടാണ് ഈ എക്സാം നമ്മൾ ക്രാക്ക് ചെയ്തത്. അല്ലെങ്കിൽ ഈ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളസ്റ്റ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് എന്നൊക്കെയാണ് കുറേ സ്റ്റുഡൻസ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് എന്തുകൊണ്ടാണ്, അതിന് കാരണം എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം. ഒന്നാമത്തേത് പറയുന്നത് നമുക്ക് അസൈൻമെന്റ്, പിന്നെ 2 എക്സാം ഉണ്ടായിരിക്കും, പിന്നെ അതേപോലെ തന്നെ സിലബസും എല്ലാം സിമ്പിൾ ആയിട്ടാണ് നമുക്ക് വരുന്നത്. അതേപോലെ തന്നെയാണ് മാർക്കിംഗ് സിസ്റ്റവും. ഓക്കെ, ഇതെല്ലാം സിമ്പിൾ ആയിട്ടാണ് വരുന്നത്. ഈ അസൈൻമെന്റ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും ഈ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി അല്ലാതെ വേറെ യൂണിവേഴ്സിറ്റിയിലും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതായത് ഈ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലും അതല്ലാതെ തന്നെ ഏത് യൂണിവേഴ്സിറ്റി ആണെന്നുണ്ടെങ്കിലും ഏതൊരു അക്കാഡമിക് പ്രോഗ്രാം എടുക്കുകയാണെന്നുണ്ടെങ്കിലും അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അസൈൻമെന്റ് എന്ന് പറയുന്നത്. ഈ അസൈൻമെന്റ് എന്നുള്ളത് ഈ എക്സാമിനെ തന്നെ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒന്നാണ്. ഓക്കെ, നമ്മുടെ ഈ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി അതേപോലെ തന്നെയാണ്. ഈ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് 2 അസൈൻമെന്റ് ആണുള്ളത്. അതായത് 6 മാസം കൂടുമ്പോഴാണ് ഓരോരോ അസൈൻമെന്റ് വരുന്നത്. ഓക്കെ, നമുക്ക് ഈ സെമസ്റ്റർ വൈസ് തന്നെ എക്സാം, അതേപോലെ തന്നെയാണ് അസൈൻമെന്റ്. 6 മാസം കൂടുമ്പോഴായിരിക്കും അസൈൻമെന്റ് വരിക. ഓക്കെ, അപ്പോൾ ഒരു അസൈൻമെന്റ് നമുക്ക് 2 അസൈൻമെന്റ് ആണ് ഉണ്ടാവുക. ഒരു അസൈൻമെന്റിന് 15 മാർക്കും രണ്ടാമത്തെ അസൈൻമെന്റിന് 15 മാർക്കും, അങ്ങനെ ടോട്ടൽ 30 മാർക്കാണ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ അസൈൻമെന്റ് നല്ല രീതിയിൽ എഴുതുന്ന ഒരു സ്റ്റുഡൻസിന് നിങ്ങൾക്ക് എന്തായാലും ആ എക്സാം, അതായത് ആ പേപ്പറിന്റെ എക്സാം സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് റിസർച്ച് ഒക്കെ ചെയ്തിട്ടായിരിക്കും നിങ്ങൾ അസൈൻമെന്റും കാര്യങ്ങളൊക്കെ എഴുതുന്നത്. അതുകൊണ്ട് ഒന്നുകൂടെ നോളജ് കൂടാനും ആ പേപ്പറിനെ കുറിച്ച് ഒന്നുകൂടെ നോളജ് കൂടാനും നിങ്ങൾക്ക് ഈ അസൈൻമെന്റ് വളരെ യൂസ്ഫുൾ ആണ്. ഓക്കെ, അപ്പൊ 30 മാർക്കാണ് അസൈൻമെന്റ് എന്ന് വരുന്നത്. ഓക്കെ, അപ്പൊ അതേപോലെ തന്നെയാണ് നമുക്ക് ഈ പാസ് മാർക്കിനും ഈ അസൈൻമെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഓക്കെ, പിന്നെ മറ്റു യൂണിവേഴ്സിറ്റി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അസൈൻമെന്റ് റിജക്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഈ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അസൈൻമെന്റിന് റിജക്ഷൻ ഉള്ള ഒരു ഓപ്ഷൻ ഇല്ല. അപ്പൊ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ഈ അസൈൻമെന്റിന്റെ കാര്യത്തിൽ. അതായത് നിങ്ങൾക്ക് മാർക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഈ അസൈൻമെന്റ് എന്ന് പറയുന്നത്. അതായത് ഈ യൂണിവേഴ്സിറ്റിയിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അസൈൻമെന്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് എക്സാം എന്നും പറയുന്നത്. ഓക്കെ, എക്സാം ഒക്കെ വളരെ സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ്. അതായത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് സിലബസും ക്രാക്ക് ചെയ്യാം. ഓക്കെ, അതേപോലെ തന്നെയാണ് എക്സാം ക്രാക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. നിങ്ങൾക്ക് മലയാളത്തിലാണ് എക്സാം എഴുതുന്നത്, നിങ്ങൾക്ക് അറിയാലോ. ഓരോരോ 6 മാസം കൂടുമ്പോൾ സെമസ്റ്റർ വൈസ് ആണ് നമുക്ക് എക്സാം വരുന്നത്. അപ്പോൾ 6 മാസം കൂടുമ്പോഴായിരിക്കും നിങ്ങൾക്ക് എക്സാം വരുന്നത്. അപ്പോൾ ഈ എക്സാം ഒക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എക്സാം ആയിരിക്കും നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി തരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ എക്സാമിന് നമുക്ക് 70 മാർക്കാണ് വരുന്നത്. 70 മാർക്കാണ് നമുക്ക് എക്സാമിന് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ അസൈൻമെന്റിന്റെ 30 മാർക്കും ഈ റിട്ടേൺ മാർക്ക് എന്ന് പറയുന്നത് 17. ഓക്കെ, ഇതും കൂടെ എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് 100 മാർക്കിലാണ് നമുക്ക് എക്സാം
എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അതായത് ഒരു പ്രോഗ്രാമിൻ്റെ ഒരു പേപ്പറിന് നിങ്ങൾക്ക് 100 മാർക്ക്, അതായത് 70 മാർക്ക് നിങ്ങൾക്ക് റിട്ടേൺ മാർക്കും 30 മാർക്ക് എന്നുള്ളത് അസൈൻമെൻറ്റിൻ്റെ മാർക്കും. ഓക്കെ, അപ്പോൾ ഈ 100-ൽ തന്നെ 35 മാർക്കാണ്, അതായത് 35 മാർക്കാണ് നിങ്ങൾക്ക് പാസ് മാർക്ക് എന്ന് വരുന്നത്. അതിൽ തന്നെ 21 മാർക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് റിട്ടേൺ മാർക്കും, അതല്ലാതെ തന്നെ ബാക്കിയുള്ളത് 14 മാർക്ക് എന്നുള്ളത് നമുക്ക് ഈ അസൈൻമെൻറ്റിൻ്റെ മാർക്കുമാണ്. ഓക്കെ, അതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്ക് തന്നെയാണ്. നിങ്ങൾക്ക് അസൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നന്നായിട്ട് വെക്കുക. പിന്നെ സിലബസൊക്കെ സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഓക്കെ, അപ്പോൾ സിലബസും കാര്യങ്ങളും നിങ്ങൾക്കുള്ള ഷോർട്ട് നോട്ട്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സിമ്പിളായിട്ട് എക്സാം എല്ലാം ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ സ്റ്റുഡൻസ് ഒന്നും ടെൻഷൻ അടിക്കേണ്ട കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാം സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെയാണ് മീഡിയം ഓഫ് എക്സാം എന്ന് പറയുന്നത്. നമുക്ക് മാതൃഭാഷയെ ഇത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, അതായത് നമ്മുടെ മലയാളം മാതൃഭാഷയെ ഇത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന മറ്റൊരു യൂണിവേഴ്സിറ്റി ഇല്ല. നമുക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മലയാളത്തിൽ എക്സാം എഴുതാം. അപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് പേടിച്ച് എക്സാം എഴുതാതെ ഇരിക്കുന്ന സ്റ്റുഡൻസ്, ചില സ്റ്റുഡൻസിനൊക്കെ ഡിഗ്രി എടുക്കുമ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് പേടിച്ചിട്ട് അവർ ചിലപ്പോൾ ഡിഗ്രി ഒന്നും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരിക്കില്ല. ഓക്കെ, ഡിഗ്രി എടുക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിലും അവർ ഡിഗ്രി എടുക്കുന്നുണ്ടാവില്ല ഇംഗ്ലീഷ് ലാംഗ്വേജ് പേടിച്ചിട്ട്. അവർക്ക് ഉള്ള ഒരു ബെറ്റർ ഓപ്ഷനാണ് ഈ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. നമ്മുടെ മലയാളത്തിൽ തന്നെ നിങ്ങൾക്ക് എക്സാം എഴുതാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാനും പറ്റും. അപ്പോൾ സ്റ്റുഡൻസ് ആരും ഇനി ടെൻഷൻ അടിക്കേണ്ട, നിങ്ങൾ ധൈര്യമായിട്ട് എടുത്തോളൂ ഈ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അസൈൻമെൻ്റ് ആയാലും നിങ്ങൾക്ക് മലയാളത്തിൽ എക്സാം എഴുതുകയാണെന്നുണ്ടെങ്കിലും സിലബസ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ പെട്ടെന്ന് തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നതിൽ ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഏറ്റവും സിമ്പിളായി ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിലബസും കാര്യങ്ങളൊക്കെയാണ്. ഇതുകൊണ്ടാണ് സ്റ്റുഡൻസ് ഈ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സിമ്പിളാണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ ഇവിടുന്ന് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സീറ്റ് പെട്ടെന്ന് തന്നെ കൺഫേം ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. കീപ് ഗോയിങ്, ഹാപ്പി ലേണിംഗ്.